വർക്ക് പ്ലേസിൽ വന്നതാണ്. രാവിലെ ഇപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. കാരണം നമ്മുടെ വാഹനം ക്യാഷും സെറ്റപ്പൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അധികം താമസിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വണ്ടിയോട്ട് കയറാം. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ നിയന്ത്രിക്കും. This will be my masterpiece. വണ്ടിയിൽ ഡീസൽ കുറവാണ്. അടിക്കാം. വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. പുറകിടാ മുട്ടുക്ക് മൊത്തം പിള്ളത്തും മരക്കിയതില്ലേ ഇപ്പോഴത്തെ വരുന്ന അറിയത്തില്ല. കൂടെ ആരുമില്ലാത്ത കാരണം ഭയങ്കര പോസ്റ്റാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ ആളെ തരാൻ പറഞ്ഞ് ഞാൻ മടുത്ത്. ഇനിയെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്തിനൊക്കെ സംസാരിച്ചൊക്കെ പോകാറുണ്ട്. കാര്യമില്ലാത്ത കാരണം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാ. പിന്നെ വണ്ടിയുടെ കാര്യം പറയാം. വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി ഇതുവരെ ഞാൻ കൊണ്ട് ഇടിപ്പിച്ചിട്ടില്ല. ഇതുവരെ പിടിച്ചാണ്. കുറച്ച് പാടാകട്ടെ ഓടിച്ച് വരാനായിട്ട്. ബസ് ഓടിക്കുന്നത് അത്ര എളുപ്പമല്ല. ട്രക്ക് ഓടിക്കാൻ എന്നുള്ള കാര്യം നമുക്ക് വൈകിയാണ് മനസ്സിലായത്. കയറി ലോക്കാവും കേട്ടോ തന്നെ. ലോക്കായി ഇങ്ങനെ നമ്മുടെ ട്രെയിലർ കയറി ലോക്കായിട്ടുണ്ട്. നമുക്കിനി റൂട്ടിലേക്ക് പോകാം. അതാ പറയാൻ പറഞ്ഞു, നമ്മുടെ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കാണണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ അടിപൊളിയാണ്. ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് ഹെഡ്സെറ്റ് വഴി കിട്ടും. അപ്പം അതുകൂടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പൊളിക്കും. ട്രെയിലർ ഓടിക്കത്തിരി പടം അറ്റം കൂടെ വളർത്തെടുക്കാൻ പറ്റുന്നു. ഓ എൻ്റെ മോനെ, പൂക്കളം പോയി. നിക്ക് അതല്ല നിൽക്കിവിടെ വരുന്ന കണ്ടില്ലടാ. നീ എന്താ ഇങ്ങനെ മൊത്തം പറ്റും. ഇനി അത് എങ്ങനെ എടുത്തിട്ട് പോകും? അവിടെ BMW ഇനി എന്തെല്ലാം പറയും. അമ്മൂമ്മയുടെ ഒരു BMW. ഇതൊത്തിരി സാധനം തെളിക്കൊണ്ട് പോകുന്നു. അപ്പോൾ BMW ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം മനുഷ്യനെ മനക്കെടുത്താനായിട്ട് ഇപ്പം അറിയണ്ട. തൊമ്മര കാശിൻ്റെ കിഴപ്പിനിറങ്ങുന്ന BMW ഡ്രൈവ് പോകും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എൻ്റെ പാടുകുട്ടി സാമാനം ഓടിച്ചോണ്ട് പോകുന്നു. കണ്ടോ, ഞാനൊരു പ്രോ ഡ്രൈവറായത് കാരണം എങ്ങനെയൊക്കെ അവിടെ എടുത്തോണ്ട് വന്ന്
ഇത്രയും വലിയ വണ്ടി വരിക എന്നാ ഒന്ന് നിൽക്കാം അവിടെ അതൊക്കെ ധൃതിയാണെങ്കിൽ ധൃതി അല്ലാണ്ട് വായുവിളയും പിടിക്കാൻ അങ്ങ് പോവാ ചാണകത്തിൽ നിന്ന് പുഴുകൾ ഉൽപ്പാദിക്കുന്ന പദ്ധതിക്ക് പോകുന്ന ധൃതിയാണ് ഏതോ അതാണ് ഇവിടെ പതുക്കെ പോരാ അതിനെ ഇവിടെ പോവും മരുത്ത ധൃതി ആവശ്യം വീട്ടിലുള്ള സാധനം അവരുടെ ചാവ കിടക്കുന്ന പോലെ പോകും സ്ഥലം നോക്കുക സ്ഥലം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ പീസ്ഫുൾ സ്ഥലമാണ് കണ്ടോ നമ്മളെല്ലാം മറന്നു പോകും ഇതുപോലെ നമ്മൾ ലയിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഇവർ കൊടുത്ത സ്ഥലങ്ങളൊക്കെ പിന്നെ മാപ്പ് ഭയങ്കര ലെങ്ത് ഒരുപാട് നമുക്ക് ഓടിച്ച് പോകാൻ വല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകും കണ്ടോ ഡ്രൈവിങ്ങിൻ്റെ കൂടെ നമ്മൾ ഇത് മണിച്ചേട്ടൻ്റെ പാട്ട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വൈബ് പാട്ടല്ലേ നമ്മളോട് അറിയാതെ വൈബിലോട്ട് നമ്മളങ്ങ് പോകും ഏതാ പിന്നെ ഈ റോഡിൽ വലിയ തിരക്കില്ലാത്ത കാരണം കുഴപ്പമില്ല ഹൈവേ റോഡിലൊക്കെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും കൊണ്ടേക്ക് ചീരിപ്പാനാവും ഭയങ്കര ശ്രദ്ധിച്ചേ പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ പിന്നെ വളവും കാര്യങ്ങളൊക്കെ നമ്മളെ പോലെ ട്രെയിലർ ഇങ്ങനെ കിടന്ന് ആട് കിടന്ന് നമ്മൾ ആടും ആ ഒരു സംഭവം നമുക്ക് നല്ലപോലെ ഫീലാവും ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കാരണം വണ്ടി പതുക്കെ സ്ലോയാണ് നമ്മൾ കൈ കൊടുത്താലും കാല് കൊടുത്താലും ഒന്നും കാര്യമില്ല അതാണ് ഉണ്ടോ ആ ട്രെയിലറിൻ്റെ കുഴപ്പം ഇതെല്ലാം ഈ പുള്ളിക്കാരൻ്റെ പാട്ടിനൊക്കെ ഭയങ്കര പ്രത്യേകതയൊരു ഒരു മാജിക്കൽ വോയിസ് എന്നൊക്കെ പറയുകയാണെങ്കിലേ വൈബ് എന്നൊക്കെ പറഞ്ഞ ജ്യോതി വൈബ് ഇങ്ങനെ സ്ലോ നിങ്ങളോർക്ക് ഈ വണ്ടി സ്ലോയിൽ പോകുന്നത് ഞാൻ കാരണമാണ് അല്ല തെറ്റി എൻ്റെ ലോഡിൻ്റെ വെയിറ്റ് കാരണമാണത് നമ്മളവിടെ കൈ കൊടുത്തിട്ടൊന്നും കാര്യമില്ല വണ്ടി കയറിപ്പോണെങ്കിൽ വണ്ടിയും കൂടെ വിചാരിക്കണം ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നല്ല ലോഡ് അത്യാവശ്യം ലോഡെന്ന ട്രെയിലറാണ് അയ്യോ ഒരു വിധത്തെ എതിരേക്ക് വണ്ടി വരുന്ന ഏരിയയിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തെണ്ടിൻ്റെ നമ്മുടെ കാര്യം തീരുമാനമാവും പുറകിൽ ഏതോ ഓരോരുത്തനുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാൻ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വളർച്ചയിലോട്ടും എത്തിക്കുന്നത് ഇത് ഈ പാട്ട കേട്ടിട്ട് എങ്ങനെ തുള്ളായിരിക്കല്ലേ കേരളം ഞങ്ങൾ തുള്ളാൻ തോന്നുന്നു ചെയ്യാൻ എന്നെ ഓരോരുത്തരും കൊണ്ടായിരുന്നു ഇങ്ങനെ അവനെ വണ്ടി വിളിപ്പിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വിളിയാൻ എൻ്റെ അത്ര ഏത് വൈബ് പാട്ട് ഉള്ളിലേക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ലെവലായാണ് പാട്ടൊക്കെ വിഷയം പാട്ടൊക്കെ പുള്ളി ഇറക്കി വിട്ടാൻ എന്നാ ചെയ്യാൻ കാരണം വണ്ടി ഇത് ആ പാട്ടിനൊപ്പം പറന്നങ്ങ് പോവാ ഒരു രക്ഷയില്ല വളവും തിരിവും എല്ലാം നമുക്കിതാ സ്മൂത്തായിട്ടും പോവാ കണ്ടോ ഇതാണ് നമ്മളെ മനുഷ്യൻ്റെ പവർ നമ്മളെ വേറെ ഒരു ലോകത്തോടെ എത്തിക്കും പുള്ളി പരലോകത്താവായിരുന്നു മിക്കവാറും ഈ പോക്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എതിരെ കയറി വരുവാണെന്നുണ്ടെങ്കിൽ അവനെ ഡേറ്റ് ഞാൻ പറത്തും കുറ്റിയിടിയിൽ മിക്കവാറും അപ്പുറത്തെ കണ്ടതിപ്പോൾ കിടക്കും അതേപോലത്തെ വരവോ ഉടമത്തൊക്കെ പോലെ ഭക്തി ചെയ്യാനും കേട്ടോ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി പുള്ളിക്കാരുടെ പാട്ട് ഒരു വിഷയമില്ല നമുക്ക് വീഡിയോ എന്താ തരണമെന്നല്ല മാപ്പടുത്ത മാപ്പ ചോദിച്ചു വിടുന്നത് കേട്ടോ നമ്മുടെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടക്കായ കൊണ്ടുവന്ന ഗൈസ് ഉറപ്പല്ലേ
മുത്തപ്പൻ. പതിമുക്കോടി ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഒരീശ്വരനല്ലേ. ഇടരിൽ തോഴനായി വന്നുദിച്ചില്ലേ അലാരിനാഥന്റെ ശമനല്ലേ. പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവേടിയല്ലേ. സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ ഓ താര. പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവേടിയല്ലേ. സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ ഓ താര. ട്രെയിലറാ വെള്ളവരയ്ക്ക് ഓടിക്കുന്നതാണ് നമ്മുടെ ടാസ്ക്. അമ്പലക്കുന്നിറങ്ങി വരുന്നോരെ തരുളിടുന്ന മുത്തപ്പതേവേ. അകമേറി തളമെത്തിടുന്നോർക്ക് അകം പകറ്റിടും ആശ്രയമല്ലേ. അമ്പിളിത്തെല്ലു പോലുള്ള നൂറ് തെല്ലക്കേരക്കൂട് നൽകിയ കൊടും വിശപ്പും നടക്കൂ ഓ താര. അമ്പിളിത്തെല്ലു പോലുള്ള നൂറ് തെല്ലക്കേരക്കൂട് നൽകിയ കൊടും വിശപ്പും നടക്കൂ ഓ താര. ആടിപ്പതഞ്ഞങ്ങൊഴുകും പുഴക്കി ആരെ വസിക്കുന്ന ദൈവം തുണക്കി. തപ്പ ദൈവമേ കാത്തുരക്കി എന്തിനുത്തമ എന്നെ വിളിക്കി. പാപങ്ങളെ പറഞ്ഞു കൊള്ളാം അല തല്ലിക്കരഞ്ഞ് കടങ്ങൾ കൊല്ലാം തമ്പുരായേ ഓ താര. പാപങ്ങളെ പറഞ്ഞു കൊള്ളാം അല തല്ലിക്കരഞ്ഞ് സങ്കടങ്ങൾ കൊല്ലാം തമ്പുരായേ ഓ താര. ആനന്ദചിത്തനും മുത്തപ്പനല്ലേ. അരോമലുണ്ണിയും മുത്തപ്പനല്ലേ. അരണ്യവാസനും മുത്തപ്പനല്ലേ. ആദിവിനാശകൻ മുത്തപ്പനല്ലേ. എന്നെ കാണിക്കുന്നേ ഒന്ന് കേറാൻ വേണ്ടി പറയാം. പിരിമുറ മഞ്ചിൽ കൊണ്ടു പലനടക്കും ഞാൻ. ചിരിമറ നിറയുമ്പോൾ വെളുവെളുത്തു. മരതകമേറ്റി മഞ്ജുളമേറ്റി കൂടെ നീ ബാബാ. പെണ്ണെ മധുരനിലാവിൽ മാറി ചേരാനഴകെ നീ ബാബാ. സ്നേഹപ്പൂവായ നീയോ മലേ പൊന്നാമലേ. ഗൈസ്, നമ്മൾ അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ എവിടെയും പാർക്ക് ചെയ്തിട്ട് ചില നേരങ്ങൾ ഉറങ്ങിയിട്ട് പിന്നെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങി തൂങ്ങി വിടുമ്പോൾ വണ്ടി ഇടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും പാർക്ക് ചെയ്യുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു.
എണ്ണിക്കുന്നു ഫ്രഷ് ആയിട്ട് പോകുന്നു. ഓക്കെ, എന്താ ഇവിടെ ഇവിടെ പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ ഉണ്ട്. ലോഡ് വണ്ടിയാണോ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല, പോവും. ചെറിയ ചവിട്ടം ചവിട്ടിക്ക് ഇനി നിൽക്കത്തില്ല. ഇതാണ് ഈ കുഴപ്പം. അപ്പൊ അതൊക്കെ റിവേഴ്സ് എടുത്ത് നേരെ വന്ന് കയറാൻ. എന്തായാലും നമ്മൾ ഉറങ്ങിയിട്ടേ പോകുന്നുള്ളൂ. ഇനിയും വയ്യ, ടയേർഡായി. എപ്പ അറിയാ രാവിലെ കൂടെ അറിയത് ഇനിയുണ്ട്, കുറെ പോകാനുണ്ട്. ഒരു ഉറക്കമൊക്കെ അറിയാൻ കഴിയുമ്പോഴത്തേക്കിന് ക്ലൈമറ്റ് ഒക്കെ മാറും, നൈറ്റ് ആകും. രാത്രി പാട്ട കേട്ടുന്ന സുഖമെന്നറിയോ. കൂടാരിയില്ല, പോസ്റ്റൺ ഹേസ്. മുതലാളി ഒരു ചെറ്റയാ, ഒരാളെ തരാൻ പറഞ്ഞ കേക്കത്തില്ല. 2 hours later. Next day. ഗായ്സ് ഉറങ്ങി ഇച്ചിരി കൂടിപ്പോയി ഗൈസ്, നമ്മൾ ലേറ്റായി. എന്നിപ്പം കോൾ വന്നായിരുന്നു, ഒന്ന് നോക്കണ്ട പോവാ. എന്താ പിന്നെ ഒന്ന് കണ്ണടിച്ച് അപ്പത്തേക്കിന് പറയാൻ പറ്റില്ല. നല്ല ക്ഷീണമുള്ള ആളാണ്, നമുക്ക് ഉറങ്ങിപ്പോകും, സ്വാഭാവികം. പക്ഷെ ഇതിച്ചിരി കൂടിപ്പോയി. നമ്മളിപ്പോ ഭയങ്കര ലേറ്റാ. നമ്മൾ വെളുപ്പിനെ അവിടെ ലോഡ് എത്തിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പണി പോകും ഗായ്സ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ മിന്നിക്കാൻ പോവാ. ഭാഗ്യമുണ്ട് അവിടെ ചെല്ലും. നൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ലല്ലേ, അടിപൊളി സ്ഥാനോ നൈറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞാ. ഏത്താ ഇവിടെ നിന്നൊക്കെ തിരിയാൻ ഇച്ചിരി പാടാണേ. കാരണം ഓരോ നോട്ടും വാക്കുരത്തന്മാരെ വരുന്നു. നമ്മൾ ഇൻഡിക്കേറ്റർ ഇറങ്ങിയാൽ പോലും ഒമ്പരൊന്നും മൈൻഡ് ചെയ്തില്ല, നേരെ ഇറങ്ങി വരും. ഇപ്പൊ കണ്ടോ, നമ്മളിപ്പോ ഇൻഡിക്കേറ്ററാക്കിയിട്ടാണ് പോന്നെ. സിഗ്നലെല്ലാം കാണിച്ച് മര്യാദയ്ക്ക് പോവാ. ഇപ്പൊ കണ്ടോളോ, അമ്മാര് നോക്കത്ത പോലില്ല, പറഞ്ഞിട്ട് പോകൂ. റബ്ബർ ബാൻഡൊക്കെ വലിച്ചു വിടുന്നോര് പോക്കാ. ബുക്കിംഗ് കണ്ടു എടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം അതോ ഗതി. ഈ റോഡിൽ പിന്നെ ഭയങ്കര തിരക്കറിയാട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടാൻ ഇച്ചിരി പടം. മെയിൻ ഹൈവേ അല്ലേ, കുറച്ചങ്ങോട്ട് നമ്മൾ ടോളാ. അപ്പം നമ്മളിവിടെ നോക്കി പോകണം, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എൻ്റെ എന്നാടാ അത് കീഴിക്കൂടൊക്കെയാ പോന്നെ. സിഗ്നൽ ഒന്നും ഇട്ടേക്കുന്നു, മറ കണ്ണെ പിടിക്കുന്നില്ല ദൈവമേ. നമ്മൾ പിന്നെ എന്തിനാ ഈ സിഗ്നൽ ഇട്ടേക്കുന്നേ? ഗ്രാമവാസീസ് അവൻ പറവായനെ. അവൻ്റെ വണ്ടിക്ക് ഞാൻ വില പറഞ്ഞേ. അങ്ങനെ നമ്മൾ റോഡിൽ കയറി കഴിഞ്ഞു. ഇനി നമുക്കൊന്നും നോക്കല്ല, പാട്ടാസ്വദിച്ച് പോകുക. വേറെ നിവർത്തിയില്ല, കൂടെ ആരും ഇല്ലല്ലോ. പോസ്റ്റാണ് പോസ്റ്റ്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോകുന്നതാ, കൂടെ ഒരാളെ വേണം എന്നൊക്കെ വിചാരിച്ച് മുതലാളിക്ക് ഒരാളെ തന്നാൽ തന്നെ കുഴപ്പം. നമ്മ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ അങ്ങ് പോവാ. നമ്മളെപ്പോ ഇറങ്ങിയത് അവിടെ ഓടി ഞങ്ങൾ രാവിലെ അങ്ങനെ ഇറങ്ങിയത്. ഈ വണ്ടിക്കകത്ത് പാട്ട് സെറ്റും കൂടി ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്തേനെ? പട്ടി പോസ്റ്റ്. അയ്യോ ഗായ്സ്, ഇപ്പോഴൊരു കാര്യം അറിയിച്ചാൽ നമുക്കൊരു സാധനോട് കൊടുക്കാനുണ്ടേ. ഞാനൊക്കെയാണെങ്കിൽ വിട്ടുപോയി. ഇത് കണ്ടപ്പോൾ മനസ്സിലായി. നമ്മുടെ ഒരു സുഹൃത്തിയുടെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സാധനം കൊടുക്കാനാണ്. ഇപ്പോൾ കൊടുത്തിട്ട് നമുക്ക് വരാനുണ്ടേ. അവൻ്റെ ഏരിയയാണത്. നമ്മുടെ ആ ഷെഡിനകത്ത് കാണുമായിരിക്കും. പോയി നോക്കിയിട്ട് വരാം. രാത്രി ആകുമ്പോൾ എന്നെ ഇപ്പോൾ ഉറങ്ങി കാണുമായിരിക്കും. എന്തുവാങ്ങി നമുക്കൊന്ന് പോയി സാധനം കൊടുത്തിട്ട് പോകാം.
നമുക്ക് വണ്ടി ആൾക്കാരട്ടെ ബ്ലൂടൂത്ത് ഇടാം എന്നിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിപ്പോയി കൊടുത്തിട്ട് വരാം. ഇതെന്നുണ്ടെങ്കിൽ ഇതും എൻ്റെ കയ്യിലിരിക്കും. ആദ്യം സൂക്കേസ് അതും എൻ്റെ കയ്യിലിരിക്കും. പക്ഷെ അവൻ പണി വരുമ്പോൾ സൂക്കേസും കാണത്തില്ല. നമ്മൾ ലേറ്റുമായി. ഇങ്ങനെ സാധനമെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോയേക്കാം. ബാക്കി തന്നെ അവൻ കിടക്കാൻ ബോധമുള്ളായിരുന്നു. സമയം 10-12 മണിയായിരുന്നു. ഇതെന്നാരും കിടന്നിക്ക്. ഗൈസ്, ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളത് കാരണം നമുക്ക് ലോഡ് എത്തിക്കുന്നതൊക്കെ നമുക്ക് പാർട്ട് 2-ലായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ പാർട്ട് 2 കാണാൻ ആഗ്രഹമുള്ളവർ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.